മിസോറാമില് ബൈബിൾ ഉപയോഗിച്ചും അതിലെ വരികൾ ഉദ്ധരിച്ചും തനി ക്രിസ്ത്യൻ രീതിയിലാണ് പുതിയ മന്ത്രിസഭയുടെ സത്യപ്രതിജ്ഞ ഉണ്ടായത് എന്ന് ഞാൻ വിവരിച്ചതിൽ 44 കമന്റുകളുണ്ടായിരുന്നു. ഞാൻ വിചാരിച്ചത് ക്രിസ്ത്യാനികൾ എടാ, പട്ടി, പോട, കിഴവ, പിന്നെ കുറേ അവർ പഠിച്ച സംസ്കാരത്തിൻ്റെ വാക്കുകളൊക്കെ ഉപയോഗിക്കുന്ന വിചാരിച്ചത്. പക്ഷേ ക്രിസ്ത്യൻ കമന്റ് വളരെ കുറവാണ് കണ്ടത്. കാരണം അവർക്കൊരു പ്രത്യേകതയുണ്ട്. അവർ ചെയ്യുന്ന തിന്മകളും തെമ്മാടിത്തരങ്ങളൊക്കെ വിളിച്ചു പറഞ്ഞാൽ അവർ മിണ്ടില്ല. വേറെ എന്തെങ്കിലും കാര്യത്തിലാണ് അവർ പ്രതികരിക്കുക. അതവർക്ക് കൃത്യമായിട്ട് അറിയാം. ഈ മുഖം മുഴുവനും വെള്ളത്തിൽ മുക്കി പിടിച്ച് എന്നെ ആരും കാണുന്നില്ല എന്ന് വിചാരിക്കുന്ന ചില കുറുക്കന്മാരുണ്ട്, ചില ചെന്നായ്ക്കളുമുണ്ട്. അതുപോലെയാണ്. ഏതായാലും ഇതിന് ഒന്നാമത്തെ കമന്റ് സുനിൽ ചോഴൻ സുബ്രഹ്മണ്യൻ. സുനിൽ ചോഴൻ സുബ്രഹ്മണ്യൻ അദ്ദേഹത്തിന്റെ കമന്റ്, മതേതരം എന്ന് വെച്ചാൽ ഇതാണ് സാറേ. ക്രിസ്ത്യാനികൾക്ക് ബൈബിളും മറ്റുള്ളതൊക്കെ ഉപയോഗിച്ചിട്ട് രാഷ്ട്രീയം കളിക്കാം, എന്തും ചെയ്യാം. മുസ്ലിങ്ങൾക്ക് എന്തും ചെയ്യാം. ഹിന്ദുക്കൾ ഭഗവത്ഗീതയോ ഈ നാടിന്റെ സംസ്കാര ഗ്രന്ഥങ്ങളോ സാംസ്കാരികമായിട്ട് എന്തെങ്കിലും ഉപയോഗിച്ചാൽ അത് മതേതര വിരുദ്ധമാണ്, വർഗീയമാണ്. സുനിൽ പറഞ്ഞത് വളരെ ക്ലിയറാണ്. അദ്ദേഹത്തിന്റെ അടുത്ത വരി, മതേതരം വിളമ്പി തിന്നുന്ന ഹിന്ദുക്കൾ ഇതൊക്കെ കാണുന്നുണ്ട് എന്ന് വിചാരിക്കാമല്ലേ. നല്ലൊരു കമന്റാണ്. ത്രിനേത്രൻ TV 2017 നവംബറിൽ ഗാന്ധിനഗർ ആർച്ച് ബിഷപ്പ് തന്റെ കുഞ്ഞാടുകൾക്ക് ഒരു ലേഖനം അയച്ചതിൽ പറഞ്ഞത് സേവ് ദി കൺട്രി, സേവ് ദ കൺട്രി ഫ്രം നാഷണലിസ്റ്റ് ഫോഴ്സസ് എന്നായിരുന്നു. അതായത് ഗാന്ധിനഗർ ആർച്ച് ബിഷപ്പ് പറഞ്ഞത് ഈ രാഷ്ട്രത്തെ ദേശീയവാദികളിൽ നിന്ന് രക്ഷിക്കുക എന്നായിരുന്നു. മലയാള മാധ്യമങ്ങൾ അത് പൂർണ്ണമായിട്ട് തമസ്കരിച്ചു. അടുത്തത് ചേലാട്ടെ ഗോപാലകൃഷ്ണൻ. ചിലർ പറയും ഞാൻ തന്നെ എഴുതിയിട്ട് ഞാൻ തന്നെ വായിക്കുകയാണെന്ന്. അവരോട് എന്താ മറുപടി പറയുക? ഇക്കാര്യത്തിൽ ചേലാട്ടെ ഗോപാലകൃഷ്ണൻ എന്ന് പറഞ്ഞാൽ എഴുതിയാണ്, ഇക്കാര്യത്തിൽ ഒരു പുരോഗമന പാർട്ടിയും ഉണ്ടാവില്ല. കാരണം ഇന്ത്യ വിരുദ്ധ നിലപാടാകുമ്പോൾ ഇവരുടെ നാവ് അനങ്ങില്ല. പൂർണ്ണമായിട്ടും മൗനാനുവാദവും സപ്പോർട്ടുമായിരിക്കും ഇവർ കൊടുക്കുക. ജനാർദ്ദന ശർമ്മ, സാർ പണ്ട് പറഞ്ഞതുപോലെ ന്യൂനപക്ഷം ഭൂരിപക്ഷമാകുമ്പോഴുള്ള അവസ്ഥയാണിത്. നമ്മൾ ഹിന്ദുക്കൾ മതേതരം പുഴുങ്ങി തിന്നും, അത്ര മാത്രമേ ഉള്ളൂ. ബി കുമാരപിള്ളൈ, മതേതരത്വം, സെക്കുലറിസം, മാങ്ങാത്തൊലി, ഇതുപോലെ ജനങ്ങളെ വിഡ്ഢികളാക്കുന്ന ഒരു വാക്ക് വേറെയില്ല. വിഡ്ഢികളാക്കാൻ ഹിന്ദുക്കൾ നിന്നു കൊടുക്കുന്നു, മറ്റുള്ളവർ വിഡ്ഢികളാക്കിക്കൊണ്ടേയിരിക്കുന്നു. അതാണല്ലോ ശബരിമല കത്തിജ്വലിക്കുമ്പോഴും 39 സ്ഥലത്ത് ഇലക്ഷൻ നടന്നപ്പോൾ അതിൽ 22-ലും ഒരു പാർട്ടി, ബാക്കി 18-ൽ വേറൊരു പാർട്ടിയൊക്കെയാണ് വന്നത്. ഏതായാലും ഹിന്ദുക്കളുടെ വികാരത്തിന് കൂട്ടത്തിൽ നിന്നവരെ ആരെയും ജയിപ്പിച്ചില്ല. അടുത്ത ശ്രീധരൻകുട്ടി, വാട്ട് ടു ഡു? ക്രിസ്ത്യൻ മെജോറിറ്റി മീൻസ് ഹിന്ദുസ് ആർ മൈനോറിറ്റി. വെദർ ദെയർ മൈനോറിറ്റി റൈറ്റ്സ് ആർ പ്രൊട്ടക്റ്റഡ് ദർ. ഒരു സ്ഥലത്തുമില്ല. ഹിന്ദു എവിടെയൊക്കെ മൈനോറിറ്റി ആണോ, നോർത്ത് ഈസ്റ്റിലാണെങ്കിലും ജമ്മു കാശ്മീരിലാണെങ്കിലും എവിടെയാണെങ്കിലും ഹിന്ദു മൈനോറിറ്റി ആയാൽ അവൻ നശിച്ചു, അവൻ അധപ്പതിച്ചു, അവന് മൈനോറിറ്റി റൈറ്റ് ഒന്നുമില്ല. അത് ഭാരതത്തിൽ സംഭവിച്ചാലും അത് തന്നെയായിരിക്കും. കുര്യൻ CC, ബൈബിൾ ചൊല്ലിയാണ് സത്യപ്രതിജ്ഞ ചെയ്തതെങ്കിൽ ഭാവിയിൽ അവിടെ ദിവ്യഗർഭവും ദൈവപുത്രന്മാരും അനേകമുണ്ടാകും. കുര്യൻ എഴുതിയിരിക്കുന്നതാണ്, ഞാൻ എഴുതിയതല്ല. ദൈവപുത്രന്മാർക്ക് അകമ്പടി സേവിക്കാൻ മഗ്ദലന മറിയാമ്മമാരും അനേകം വരും. അന്യ ദൈവങ്ങളെ ആരാധിക്കുന്നവരെ കല്ലെറിഞ്ഞു കൊല്ലുക, ചക്കപ്പഴം തിന്ന പാപം പോകാൻ പ്ലാവ് വെട്ടി അപ്പാർട്ട്മെന്റ് പണിയുക എന്നിവയും ഉടനെ ഉണ്ടാവും. നല്ല അസൽ അടിയാണ് കുര്യൻ കൊടുത്തിരിക്കുന്നത്. സുധാകർ ശർമ്മ ഫഗ്വാര, ഇറ്റ് ഈസ് നോട്ട് സംതിങ് ന്യൂ ഇൻ മിസോറാം. ഇത് മിസോറാമിൽ പുതിയതൊന്നുമല്ല, പണ്ടും ഇങ്ങനെ തന്നെയായിരുന്നു. സി വത്സൻ കുന്നത്ത്, ദീസ് ആർ പൊളിറ്റിക്കൽ ഗിമ്മിക്സ് ഓഫ് കോൺഗ്രസ്. ഇതൊക്കെ കോൺഗ്രസിന്റെ പൊളിറ്റിക്കൽ ഗിമ്മിക്സാണ്. അമ്മ ഫോൺ ഫ്രാക്ഷൻ ടീം, ഭാരതത്തെ വിഭജിക്കുന്ന ഒരു വിഭാഗം. അഖിൽ, ഭഗവത്ഗീത ഉദ്ധരിക്കാറുള്ള ഒന്നാം തരം കാളകൂട വിഷം. ഏതായാലും ഭഗവത്ഗീത ഉദ്ധരിക്കാറേ ഉള്ളൂ. ഇത് ബൈബിൾ ഉദ്ധരിച്ച് കാളകൂട വിഷം പ്രാവർത്തികമാക്കി മന്ത്രി സത്യപ്രതിജ്ഞ ചെയ്തു. ഈ അഖിൽ എന്ന് പറയുന്നത് ഹിന്ദു അല്ല, ഹിന്ദു പേരുള്ള ക്രിസ്ത്യനാണ്. എപ്പോഴും ഇതുമാതിരി പറയുന്ന ആളാണ്. അതുകൊണ്ടാണ് ഞാൻ വായിച്ചത്. ഒരാള്
ജീസസ് ഓൺലി ഹ്യൂമൻ, യൂസ് ദെയർ ബ്രെയിൻ ആൻഡ് തിങ്ക്. അതാണ് അവനവൻ മെജോറിറ്റി ആയാൽ പിന്നെ ജീസസ് മാത്രമേ ഉള്ളൂ, മറ്റുള്ളവരെ കൊണ്ട് അംഗീകരിപ്പിക്കും. കൊന്നും കൊലവിളിച്ചും ചത്തും വെട്ടിയും ആ മതം പ്രചരിപ്പിക്കാനായിട്ട് ഇറങ്ങുമ്പോഴാണ് ജീസസ് ഇവരെ സംരക്ഷിക്കുന്നവരാവുന്നത്. സുരേഷ്, ഇത്രയും വിദ്യാഭ്യാസവും ആവശ്യത്തിൽ കൂടുതൽ ബിരുദവുമുള്ള താങ്കൾ ഇത്രയും വില കുറഞ്ഞ സംസാരം ചെയ്യരുത്. അതെ, ക്രിസ്ത്യാനികളെ കുറിച്ച് പറയരുത്, ഹിന്ദുക്കളെ കുറിച്ച് എന്തും പറയാം. ഒരു മതേതര രാഷ്ട്രത്തില് സർവധർമ്മത്തിനും ഒരേപോലെ അവകാശമുള്ള സ്ഥലത്ത് ബൈബിള് ചൊല്ലി തനി ക്രിസ്ത്യാനിയുടെ രീതിയിൽ സത്യപ്രതിജ്ഞ ചെയ്തത് ഒരു ഹിന്ദു സംസ്ഥാനത്തില് 86% ഹിന്ദുക്കളുള്ള മധ്യപ്രദേശിലോ 80% ഹിന്ദുക്കളുള്ള മഹാരാഷ്ട്രയിലോ ആയിരുന്നെങ്കിൽ നിന്നെ പോലെയുള്ള ഡാഷുകൾ എന്ത് പറയും സുരേഷ്? അതാണ് വിദ്യാഭ്യാസവും ഡിഗ്രിയും ഉള്ളത് സത്യം പറയാനും വസ്തുതകൾ വളച്ചൊടിക്കാതെ നേരെ പറയാനുമാണ് സുരേഷ്. നിന്നെ പോലെ ചതിക്കാനും വഞ്ചിക്കാനും പറ്റിക്കാനും അവഹേളിക്കാനും 100 കോടി മുക്കാനും കന്യാസ്ത്രീകളെ പിഴപ്പിക്കാനും പാവങ്ങളുടെ പേരിൽ ലോൺ എടുത്ത് മുങ്ങാനും 39 ഏക്കർ മുക്കാനും ഗവൺമെന്റ് ലാൻഡിൽ മുഴുവനും കുരിശി വെക്കാനും അല്ല സുരേഷേ ഗോപാലകൃഷ്ണന്റെ ഡിഗ്രിയും ഗോപാലകൃഷ്ണന്റെ അറിവും. പച്ചയ്ക്ക് നിന്നെയും നിന്നെ പോലെയുള്ളവരും ഈ നാടിനെ ഡിവൈഡ് ചെയ്യുന്നത് ഒന്ന് വിളിച്ചു പറയാനും കൂടിയാണ്. മുരളി നായർ, ഐ റെസ്പെക്ട് ദ ചീഫ് മിനിസ്റ്റർ ഹു ഡിഡ് ദാറ്റ് ബിക്കോസ് ഹി ഫേംലി ബിലീവ്സ് ഇൻ ഹിസ് ഫെയ്സ്. വൈ കോണ്ട് യു ആൻഡ് യുവർ പീപ്പിൾ ഫോളോ യുവർ ഫെയ്ത്ത്? മുരളി നായർ എന്ന് തെറ്റായിട്ട് പേരിട്ടുള്ള your faith strictly and firmly as the others do with theirs, instead of being jealous of them, try to follow yours. അങ്ങനെ ചെയ്യുമ്പോഴാ ഇവിടെയുള്ള മതേതരവാദികളും കുറെ ബിഷപ്പുമാരും കുറെ അച്ഛന്മാരും ഒക്കെ ദേശീയവാദികളെ ഒരിക്കലും ജയിപ്പിക്കരുതെന്ന് പറഞ്ഞ ഇടയലേഖനം എഴുതിയിട്ട് മുരളി നായർ എന്ന കള്ളപ്പേരിൽ എഴുതിയിരിക്കുന്ന ക്രിസ്ത്യാനി, നിനക്ക് ഇതിൽ അഭിമാനം തോന്നാൻ കാരണം നിന്റെ ആൾക്കാർ ചെയ്തതുകൊണ്ടാണ്. താങ്കൾ എന്ന് പറയണമെന്ന് എനിക്കുണ്ട്, പക്ഷെ ഞാൻ നീ എന്ന് പറയാൻ കാരണം നിന്റെ ആൾക്കാരിലെ കുറെ എണ്ണം പച്ചത്തേറി മാത്രം പറഞ്ഞ് ശീലിച്ചവരാ. ആ ലെവലിലേക്ക് എനിക്ക് താഴാൻ സാധിക്കില്ല. അതുകൊണ്ട് താങ്കൾ നിങ്ങൾ എന്ന് പറയുന്നതിന് കുറച്ചെനിക്ക് താഴാൻ സാധിക്കുന്നത് നീ എന്ന് നിന്നെ എടാന്ന് വിളിക്കുമ്പോഴുമാണ് എനിക്ക് കുറച്ച് താഴാൻ സാധിക്കുന്നത്. അതുകൊണ്ട് ഹിന്ദുക്കളുടെ രീതിയിലൊക്കെ ചെയ്തിരുന്നെങ്കിൽ നിന്നെ പോലെയുള്ള സെയിന്റ് സേവിയർ ഫ്രാൻസിസ് എന്ന കൊലയാളിയൊന്നും ഇവിടെ ഒരു പള്ളിയും വെക്കുമായിരുന്നില്ല. ഹിന്ദുക്കള് നിങ്ങളെ പോലെ പെരുമാറിയിരുന്നെങ്കിൽ ഈ ഭാരതം എന്നേ ഹിന്ദു രാഷ്ട്രമാകുമായിരുന്നു. അടൽ ബിഹാരി വാജ്പേയി എന്ന് പറഞ്ഞാല് ചുരുങ്ങി ഒന്നുമല്ലാതായ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഒരു സംസ്ഥാനത്ത് ഒതുങ്ങുന്ന പാർട്ടി പോലും അല്ലാതെ ചുരുങ്ങിയപ്പോ അതിന് ദേശീയ പാർട്ടിയുടെ സ്ഥാനം കൊടുത്തത് അടൽ ബിഹാരി വാജ്പേയി തന്നെയാണ് നിലനിർത്തിയത്. അംഗീകരിച്ചാലും ഇല്ലെങ്കിലും പോപ്പിനെ ഇവിടെ കൊണ്ടുവന്ന തൽക്കത്തോറ സ്റ്റേഡിയത്തിലെ 4200 ബിഷപ്പുമാർക്ക് ഭാരതത്തെ മതം മാറ്റാൻ നിങ്ങൾ പ്രയത്നിക്കണമെന്ന് പറഞ്ഞ് ആ വ്യക്തിയെ സ്വീകരിച്ച് തിരിച്ചയച്ചത് അടൽ ബിഹാരി വാജ്പേയിയാണ്. അങ്ങേര് ചെയ്ത തെറ്റാണ്, എന്നാലും അത് ചെയ്തു അങ്ങേര്. ഇന്നും ലോകാസമസ്ത സുഖിനോ ഭവന്തു എന്നേ ഹിന്ദുക്കൾ പറഞ്ഞിട്ടുള്ളൂ. ഒരു ഹിന്ദു സംസ്ഥാനത്തിലും ഒരു ഹിന്ദു MLA-യും ഒരു ഹിന്ദു മന്ത്രിയും ഒരു ഹിന്ദു മുഖ്യമന്ത്രിയും ഇത്രയും എല്ലാ മതങ്ങൾക്കും പ്രാധാന്യം നൽകുന്ന ഒരു രാഷ്ട്രത്തില് അവനവന്റെ മതത്തിനെ വേണ്ടി മാത്രം പ്രവർത്തിക്കില്ല. മുരളി നായർ എന്ന ക്രിസ്ത്യാനി, നിന്റെ അഭിമാനം എനിക്ക് കൃത്യമായിട്ട് അറിയാം. നിന്റെ ആൾക്കാരാണ് ഈ മുരളി നായർ എന്നുള്ള പേരിൽ ഒരു ഇമെയിൽ ഉണ്ടാക്കി കഴിഞ്ഞാൽ കമന്റ് എഴുതുമ്പോഴത്തേക്ക് മുരളി നായറിനെ വരുള്ളൂ. അതിന് വലിയ വിഷമമൊന്നുമില്ല. അടുത്തത് സാഗർ സുരേഷ്, ലാസ്റ്റ് വണ്ണാണ്. ഹിന്ദുക്കൾ ഭഗവത്ഗീത ചൊല്ലും, ക്രിസ്ത്യാനികൾ ബൈബിൾ ചൊല്ലും, മുസ്ലിങ്ങൾ ഖുർആൻ ചൊല്ലും. അതിനെന്താ കുഴപ്പം? ഒരു കുഴപ്പമില്ല സാഗർ സുരേഷ്. പ്രോബ്ലം അതല്ല. അതൊക്കെ ഉപയോഗിച്ച് മറ്റുള്ളവരുടെ തലയിൽ കയറുകയും നെഞ്ചത്ത് കയറുകയും അത് മാത്രം പഠിക്കണമെന്ന് പറയുകയും നിന്റെ ദൈവങ്ങളും നിന്റെ പുസ്തകങ്ങളും സാത്താന്മാരെ എഴുതിയതാണെന്ന് പറയുകയും അവിടെയാണ് സുരേഷ് പ്രത്യേകതയുള്ളത്. എൻ്റെ ദൈവം അല്ലാതെ വേറൊരു ദൈവത്തെ നീ ആരാധിക്കരുത്. നീ ആരാധിച്ചാൽ നിന്റെ 4 തലമുറ കൊല വിളിക്കും. നീ ഈജിപ്തിലേക്ക് ചെല്ലണം, അവിടെയുള്ള അശേര വിഗ്രഹങ്ങൾ തകർക്കണം, അന്യദേവതകളെ പൂജിക്കുന്നവരെ കൊല്ലണം, കൊല്ലാനായിട്ട് നിന്റെ കൈ ഉയരണം, അവരെ സംരക്ഷിക്കുന്നവരെ നീ സംരക്ഷിക്കരുത്, അവനെ ആദ്യം കൊല്ലണം, നീ അതിന് ആയുധമെടുക്കണം. ഇതൊക്കെ ഭഗവത്ഗീതയിലെ വരിയല്ല മോനെ, ഇത് പുരാണത്തിലെയും വരിയല്ല. എപ്പോ അധികാരത്തിലേക്ക് വരാൻ സാധിക്കുന്നോ അന്നെല്ലാം ആ അധികാരത്തിന്റെ മസിൽ പവർ ഉപയോഗിച്ച് ക്രൈസ്തവവൽക്കരിക്കലാണ് ആഫ്രിക്കയിലും ലോകത്തിലെ എല്ലാ നാട്ടിലും ഈ 2 ന്യൂനപക്ഷങ്ങൾ ചെയ്തിരിക്കുന്നത്. അത് ചെയ്തു എന്നാണ് ഞാൻ വിളിച്ചു പറഞ്ഞത്. അതിൽ അസഹിഷ്ണുത കാണിച്ചിട്ട് കാര്യമൊന്നുമില്ല. ഇവിടെ പശുക്കളെ സംരക്ഷിക്കണം എന്ന് പറഞ്ഞതിന് കുറേയധികം കൊലവിളി നടത്തുന്ന രീതിയിൽ ഇവിടുത്തെ പുരോഗമനവാദികളും ക്രിസ്ത്യാനികളിൽ ചിലരും മുസ്ലിങ്ങളിൽ ചിലരും പറയാറുണ്ട്.
ആ ലെവലൊക്കെ ഒരു മൃഗത്തിൽ തന്നെ ഒതുങ്ങിയിരിക്കുന്നു. ഇതൊരു രാജ്യം മുഴുവനും ക്രൈസ്തവ രാജ്യമാക്കുമ്പോൾ ഇവിടെ ജീവിക്കുന്ന ഹിന്ദുക്കൾക്ക് വേദനയുണ്ട്. അത് നിനക്ക് സഹിക്കാതിരിക്കാൻ കാരണം എന്താ വെച്ചാൽ നിന്നെ പള്ളിയിൽ പഠിപ്പിച്ചത് അതുകൊണ്ടാണ്, അതാ പഠിപ്പിച്ചത്, അതാണ് സാഗർ സുരേഷ് എന്നുകൂടി നിന്നോട് പറയുന്നു. ഇതുമാതിരിയുള്ളത് എങ്ങാനും ഇതിനകത്ത് എഴുതിയാൽ ഇതുമാതിരിയുള്ള റിപ്ലൈയും കിട്ടും എന്ന് ആലോചിച്ചിട്ട് വേണം എഴുതാൻ. തികച്ചും ശക്തമായിട്ടുള്ള റിപ്ലൈ തരുമെന്നും അറിയിക്കുന്നു. ഒരു മേരി എന്ന് പറയുന്ന ഒരു സ്ത്രീ